إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു തആല മനുഷ്യവർഗത്തിൽ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് നമുക്കെല്ലാം ഹിദായത്ത് ലഭിച്ചു എന്നുള്ളതാണ്. ഹിദായത്ത് എന്ന സൗഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളത് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അവർ പറയുന്ന വർത്തമാനം വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 43-ാമത്തെ വചനത്തിൽ കാണാം. വഖാലു, അവർ പറയും, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, ഈ ഒരു മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹ് ഞങ്ങൾക്ക് ഈ ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മാർഗദർശനം ലഭിക്കുമായിരുന്നില്ല. സ്വർഗപ്രവേശനം ലഭിച്ചാൽ ആദ്യം പറയുന്ന വർത്തമാനം അതാണ് എന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലാഹു നമ്മളോട് കാണിച്ച ഔദാര്യമാണ് ഹിദായത്ത്. അത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിൽ ഒരു ഖണ്ഡനം എന്ന രീതിയിൽ അല്ലാഹു പറയുന്നുണ്ട്. 17-ാമത്തെ വചനം, ബലില്ലാഹു യമുന്നു അലൈക്കും, അല്ലാഹു നിങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുകയാണ്. അൻ ഹദാക്കും ലിൽ ഈമാൻ, ഈ ഈമാനിലേക്ക് നിങ്ങളെ വഴി നടത്തിച്ചുകൊണ്ട് അല്ലാഹു നിങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ജുമുഅക്ക് നമുക്ക് ഇവിടെ സംഗമിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, മുഅ്മിനായി ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു എന്നുള്ളതെല്ലാം അല്ലാഹു നമ്മളോട് ചെയ്തു തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അത് വേറെ ഒരാൾക്കും മനുഷ്യന് കൊടുക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു അത് പല ഇടങ്ങളിൽ പറയുന്നുണ്ട്. 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ വചനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സങ്കടത്തിന് മറുപടി എന്ന വണ്ണം അല്ലാഹു പറഞ്ഞത് ഇതാണ്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബിയെ അങ്ങക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ, അല്ലാഹുവാണ് ഹിദായത്ത് കൊടുക്കുന്നത്. മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ദാലിക ഹുദല്ലാഹ്, ഇത് അല്ലാഹു തന്ന മാർഗദർശനമാണ്. യഹ്ദി ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമാണ് അവൻ ആ മാർഗത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. ഇത്രയും ഒരു മുഖവുര പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ഈമാൻ, നമ്മുടെ കയ്യിലുള്ള ഹിദായത്ത്, അത് അല്ലാഹു നമ്മെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് നമുക്ക് തന്നിട്ടുള്ളതാണ്. ആ പ്രകാശം നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു തആല തന്നുകൊണ്ട് പറഞ്ഞ വർത്തമാനം ഇതാണ്, വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ, ഈ പ്രകാശം, ആ പ്രകാശത്തിലേക്ക് അല്ലാഹു ഒരാളെ എത്തിച്ചിട്ടില്ല എങ്കിൽ ഫമാ ലഹു മിൻ നൂർ, അവൻ ഒരു പ്രകാശവും പിന്നെ കിട്ടൂല. അപ്പോൾ അല്ലാഹു തന്നിരിക്കുന്ന ഈ ഹിദായത്ത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ജ്വലിച്ചും തെളിഞ്ഞും നിൽക്കുന്നുണ്ടോ എന്ന ഒരു പരിശോധന തുടക്കത്തിൽ നാം നടത്തണം. ഒപ്പം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക്
നമ്മളല്ലാത്ത പല ആളുകളുണ്ട്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഈ വെളിച്ചം കിട്ടാതെ പോയ ആളുകൾ, ഈ വെളിച്ചത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയ ആളുകൾ, അവർ ഈ ഹിദായത്തിലേക്ക്, ഈ വെളിച്ചത്തിലേക്ക് എത്തിപ്പെടണമെന്ന അത്യധികമായ ഒരു ആർത്തി ഒരു മുഅ്മിനുണ്ടാകണം. അവരെന്തെങ്കിലും കാണിച്ച് ഇസ്ലാമിലേക്ക് വന്നോട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് ഈ ഹിദായത്തിലേക്ക് അവരെത്തണം. അതൊരു ആർത്തിയായിരിക്കണം നമുക്ക്, അത്യാഗ്രഹമായിരിക്കണം നമുക്ക്. അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഹരീസുൻ അലൈക്കും, നിങ്ങളോട് നിങ്ങളുടെ ഹിദായത്തിന്റെ വിഷയത്തിൽ അത്യാർത്തിയുള്ളവനാണ് ആ പ്രവാചകൻ, ഹിദായത്ത് കിട്ടാൻ വേണ്ടി. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിലെ 6098 നമ്പർ ഹദീസായി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു: മസലി വ മസലുക്കും, എന്റെയും നിങ്ങളുടെയും ഉപമ കമസലി റജുലിൻ ഔഖദ നാറൻ, വിളക്ക് കത്തിച്ചു വെച്ച ഒരാളെ പോലെയാണ്, അല്ലെങ്കിൽ തീ കത്തിച്ചിരിക്കുന്ന ഒരാളെ പോലെയാണ്. ഫജഅല ജനാദിബു വൽ ഫറാശു, പറവകളും പ്രാണികളും ഈ വെളിച്ചം കണ്ടപ്പോൾ ആ വെളിച്ചത്തിലേക്ക് എത്തി. യഖഅന ഫീഹാ, അതിലേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ വീഴാൻ തുടങ്ങുമ്പോൾ വ അന ആഖിദും ബി ഹുജുസികും അനിന്നാർ, നരകത്തിൽ അല്ലെങ്കിൽ തീയിൽ നിങ്ങൾ വീഴുന്നതിനെ തൊട്ട് നിങ്ങളുടെ ഊരയ്ക്ക് പിടിച്ചു വലിക്കുന്നവനാണ് ഞാൻ. നരകത്തിൽ പോകുന്നതിനെ തൊട്ട് നിങ്ങളുടെ ഊരയ്ക്ക് പിടിച്ചു വലിക്കുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? അത്രയധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ നരകത്തിൽ പോകുന്നതിനെ വെറുത്തിരുന്നു. ഒരാൾക്ക് ഹിദായത്ത് കിട്ടാൻ അള്ളാന്റെ റസൂൽ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പറയുന്ന വർത്തമാനങ്ങളിലെ ഏറ്റവും നല്ല വർത്തമാനം, ഏറ്റവും ഉത്തമമായ വർത്തമാനം, അതിനേക്കാൾ നല്ലൊരു വർത്തമാനം ഇല്ല. ആ വർത്തമാനത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 41 അധ്യായം സൂറ ഫുസ്സിലത്തിലെ 33 വചനം അല്ലാഹു പറഞ്ഞു: വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ ഈ ഭൂമിയിൽ വേറെ ആരാണുള്ളത്? വ അമില സ്വാലിഹൻ, അവൻ സ്വാലിഹായ അമലുകൾ നിർവഹിക്കുന്നവനുമായിരിക്കും. കൂട്ടത്തിൽ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പറയുകയും ചെയ്യും. ഞാൻ ഈ ആയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതും ആ പ്രധാനമായൊരു കാര്യമാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, അല്ലേ? ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷേ അതിനു മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങളിൽ അമലുസ്വാലിഹാത്ത് നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിൻ്റെയും മുമ്പ് പറഞ്ഞ ഏറ്റവും ഉത്തമമായ വാക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന പ്രവൃത്തി നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവനെ അള്ളാഹിലേക്ക് നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അയൽവാസിയായ അള്ളാഹിനെ പറ്റി അറിയാത്ത ഒരാളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? നിങ്ങളോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? വേണ്ട, അള്ളാഹുവിനെ പറ്റി കൃത്യമായ ബോധമില്ലാത്ത നിങ്ങളുടെ കുടുംബത്തിലെ എത്ര അംഗങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്? ഏറ്റവും നല്ല വർത്തമാനം, ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതിന്റെ മുമ്പ് ഒരു മനുഷ്യൻ പറയേണ്ടുന്ന ഏറ്റവും നല്ല വർത്തമാനത്തിന്റെ പട്ടികയിൽ 1-ാം സ്ഥാനം പറഞ്ഞ വർത്തമാനമാണ് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിലെ 3663 നമ്പറായി രേഖപ്പെടുത്തുന്ന ഹദീസ് ഉണ്ട്. വല്ലാഹി ലഅൻ യുഹദാ ബിഹുദാക റജുലുൻ വാഹിദുൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം, നീ കാരണം ഒരാൾക്ക് ഈ ഹിദായത്ത് ലഭിച്ചാൽ, നിന്റെ ഒരു വർത്താനം കൊണ്ട്, ആ വർത്താനം കൊണ്ട് ഒരാൾക്ക് ഈ ഹിദായത്ത് ലഭിച്ചാൽ അത് ചുമന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ മഹത്വമാണ്. ചുമന്ന ഒട്ടകം എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷെ അതിൻ്റെ വാല്യൂ എന്താണെന്നറിയില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ളൊരു വാഹനം പറഞ്ഞു, റോൾസ് റോയ്സോ, അതല്ലെങ്കിൽ അതിന് സമാനമായിരിക്കുന്ന ഒരു ബെൻസോ, ഏറ്റവും വിലപിടിപ്പുള്ളൊരു വാഹനം. ആ വിലപിടിപ്പുള്ള വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ മഹത്വമാണ് നിങ്ങളുടെ നാവിലൂടെ ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കാൻ കഴിഞ്ഞാൽ.
ഈ മഹത്താര് മനസ്സിലാക്കി? സഹാബികൾ മനസ്സിലാക്കി. നിങ്ങൾ അറിയണം, സഹാബികൾ ഇത് മനസ്സിലാക്കിയപ്പോൾ മസ്ജിദുൽ ഹറമിൽ ഇബാദത്ത് ചെയ്താൽ 1,00,000 പ്രതിഫലമുണ്ട് നിസ്കാരത്തിന്. മസ്ജിദുൻ നബവിയിൽ ഇബാദത്തിന് പ്രതിഫലമുണ്ട്. പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ മസ്ജിദുൽ ഹറമിലോ മസ്ജിദുൻ നബവിയിലോ ഇഅ്തികാഫ് ഇരിക്കാൻ അവർ തയ്യാറായില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, അലാ ലിയുബല്ലിഗിശ് ഷാഹിദു മിൻകുമുൽ ഗായിബ്. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയതാണ്. നിങ്ങളിൽ നിന്ന് ഈ ആശയം കേട്ടവർ, ഇതിന് സാക്ഷിയായ ആളുകൾ, ഇത് കിട്ടാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിന്റെ മുമ്പിൽ അവരുടെ വാഹനം എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത് അങ്ങോട്ടേക്ക് അവർ വാഹനത്തെ ഓടിച്ചു. വാഹനം തിരിഞ്ഞു നിന്ന ദിശയിലേക്ക് വാഹനത്തെ ഓടിച്ച് ദേശങ്ങൾ താണ്ടിക്കൊണ്ട് അവർ ഈ ആശയത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചു. ഒരു തിരിച്ചുവരവുണ്ടായിട്ടില്ല അവരിൽ പല സഹാബികൾക്കും. അത് തിരിച്ചുവിടുന്ന സമയത്ത് അവരുടെ സമ്പത്ത്, അവരുടെ കുടുംബങ്ങൾ എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടുകൊണ്ടാണ് അവർ ഈ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയത്. അതാണ് പ്രബോധനം. അതിന്റെ പേരാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. ഹിദായത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഒരു മുഅ്മിൻ ഇറങ്ങുമ്പോൾ അവന്റെ മുമ്പിൽ ഒന്നും തടസ്സമല്ല എന്നർത്ഥം. ഒന്നും തടസ്സമല്ല. ചില ആളുകളൊക്കെ പറയും സാഹചര്യം അനുകൂലമല്ല മൗലവി എന്ന്. ലോകത്ത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യം ഉണ്ടായത് അപ്പോഴാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലമാണ് ഏറ്റവും പ്രതികൂലമായ സാഹചര്യം. അത്രത്തോളം പ്രതികൂലമായ സാഹചര്യം ഈ ലോകത്ത് മുസ്ലിം സമുദായം അഭിമുഖീകരിച്ചിട്ടില്ല, അഭിമുഖീകരിക്കുകയും ഇല്ല. ആ പ്രതികൂലമായ സാഹചര്യത്തിൽ അള്ളാന്റെ റസൂല് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുവെങ്കിൽ പിന്നെന്താ സാഹചര്യം ശരിയല്ല എന്ന് പറയുന്നത്? ഇവിടെ പതുക്കെ പറഞ്ഞാൽ മതി എന്നാ പറയുന്നത് ചില ആൾക്കാർ. ഇവിടെ അങ്ങനെ പറഞ്ഞാൽ മതി, ഇവിടെ അത്രയും ഇതിൽ പറയണ്ട, ഗൗരവത്തിൽ പറയണ്ട. ഗൗരവത്തിലാണ് പറയേണ്ടത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബല്ലിഗു അന്നി വലൗ ആയ. എന്നിൽ നിന്നുള്ള ഈ ആദർശത്തെ, ഈ ആശയത്തെ ഒരു ആയത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആ ഹദീസിന്റെയും മുൻകഴിഞ്ഞ ആയത്തുകളുടെയും പശ്ചാത്തലത്തിൽ ഉലമാക്കൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, വ്യക്തിഗത നിർബന്ധമായ ബാധ്യതയാണ് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പള്ളിയിൽ ഖത്തീബിനെ നിയമിച്ചത് കൊണ്ട് ആ ബാധ്യത തീരൂല. ഓരോരുത്തരും അവരവരെ കൊണ്ടാകുന്നത് പോലെ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കണം. ആ ഉത്തരവാദിത്യം തന്നുകൊണ്ടാണ് അള്ളാഹു നമ്മളെ നിയോഗിച്ചത്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന നന്മയും തിന്മയും സഹിക്കാൻ തയ്യാറായ ആൾക്കാരാണ് നിങ്ങൾ. അതിനുള്ള പക്വത ലഭിച്ച ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഹിദായത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആശയം കിട്ടാതെ പോയ ഒരാളും ഉണ്ടാകാൻ പാടില്ല. നാളെ മഹ്ശറയിൽ റബ്ബിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ എന്റെ കോളറിന് പിടിച്ചിട്ട് ഒരു അമുസ്ലിം പറയാണ്, വേണ്ട, മുസ്ലിം നാമധാരിയായ ഒരാൾ പറയാണ്, ഇയാള് നാടായ നാട് മുഴുവൻ ദീൻ പറയാൻ നടന്നിട്ട് എന്നോടത് പറഞ്ഞു തന്നിട്ടില്ല, അള്ളാഹുവേ നിന്നെപ്പറ്റി എനിക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു ഗതികേട് നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മളോട് ചോദ്യം ചെയ്യും. ഞാൻ ഹിദായത്ത് ലഭിച്ച ആളാണ്, 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, എൻ്റെ കുടുംബം ഹിദായത്ത് ലഭിച്ചതാണ്, അവർക്കും എല്ലാ നിസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം ഉണ്ട്. പക്ഷേ തൊട്ടടുത്തുള്ളവൻ ഇത് കിട്ടാതെ അലഞ്ഞവനാണ്. ഈ ആശയം അവന് ലഭിച്ചിട്ടില്ല. അവനിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം ഭയന്നുകൊണ്ടാണ് ഞാനത് മൂടി വെച്ചത് എങ്കിൽ തീർച്ചയായും ഞാൻ കുറ്റക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമുക്ക് ഈ ബാധ്യത നിറവേറാൻ കഴിയണം. മതപ്രബോധനം നമ്മുടെ ഉത്തരവാദിത്തം, അതിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മതപ്രബോധനം എന്നുള്ളത് ഒരു പാഴ്വാക്കായി കാണുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ മതപ്രബോധനത്തിനൊരു പ്രബോധന രീതി ശാസ്ത്രമുണ്ട്.
അതാണ് ഞാൻ തുടക്കത്തിൽ വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ വചനം പാരായണം ചെയ്തത്. എന്താ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം? അള്ളാഹു പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിന്റെ വഴിയിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കണം. അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. എങ്ങനെ ക്ഷണിക്കേണ്ടത്? ഒന്ന് ബിൽ ഹിക്മത്ത്, ഹിക്മത്ത് കൊണ്ട്. രണ്ട് വൽ മൗഇലത്തി, സാരോപദേശം കൊണ്ട്. ഹിക്മത്തും അതേപോലെ മൗഇലത്തുൻ ഹസനയും. എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ പറയും ഇൽമാണെന്ന് പറയും. അങ്ങനെയെങ്കിൽ ബിൽ ഇൽമി എന്ന് പറഞ്ഞാൽ പോലെ, അറിവ് കൊണ്ട് ജനങ്ങളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ പോലെ. ചില ആളുകൾ പറയും മഅരിഫത്താണെന്ന് പറയും. എന്നാ പിന്നെ ബിൽ മഅരിഫത്തി എന്ന് പറഞ്ഞാൽ പോലെ. ആ രണ്ട് പദവും അവിടെ അല്ലാഹു ഉപയോഗിച്ചില്ല. ബിൽ ഹിക്മത്ത് എന്നാ പറഞ്ഞത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തെ വെളിപ്പെടുത്തുകയും അസത്യത്തെ തകർത്തുകളയുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല, അസത്യത്തെ അസത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് ഹിക്മത്തിന്റെ അർത്ഥം. കുതന്ത്രം എന്നും ആരും അർത്ഥം പറയണ്ട. ചില ആൾക്കാർ കുതന്ത്രം എന്ന അർത്ഥം പറയാറുണ്ട്. എന്താ കുതന്ത്രം എന്ന് പറഞ്ഞാൽ? അതായത് ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നർത്ഥം പറയാണ്ട്. അതും തെറ്റാണ്. ശരിക്കും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുക, അസത്യത്തെ തകർത്ത് കളയുക, എന്നിട്ട് ഈ വിഷയത്തെ മൗഇലത്തുൻ ഹസന, സാരോപദേശത്തിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. വിശുദ്ധ ഖുർആൻ 103-ാം അധ്യായം സൂറത്തുൽ അസ്ർ അത് അവസാനിക്കുന്നുണ്ട് വതവാസൗ ബിൽ ഹഖ്. ഈ സത്യത്തെ പരസ്പരം ഉപദേശിച്ചു കൊണ്ടായിരിക്കണം. അല്ലാത്ത ആളുകൾ നാശത്തിലാണെന്നാണ് ഖുർആൻ പറയുന്നത്. ആകത്തുക പറഞ്ഞാൽ ദീൻ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനമായ രീതികൾ രണ്ടാണ്. ഒന്ന്, സത്യത്തെ സ്ഥാപിച്ച് അസത്യത്തെ തകർത്തുകൊണ്ടും. രണ്ട്, അവരുടെ മുമ്പിലേക്ക് സാരോപദേശം കൊടുത്തുകൊണ്ടും. അദ്ദീനു അന്നസീഹ, ദീൻ സാരോപദേശമാണ്. ഈ ഒരു രീതി ആയിരിക്കണം ദഅവത്തിന് മനുഷ്യൻ അവലംബിക്കേണ്ടത്, വിശ്വാസി അവലംബിക്കേണ്ടത്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഖണ്ഡനങ്ങളിലൂടെയും മണ്ഡനങ്ങളിലൂടെയും. ചില ആൾക്കാർ പറയും ഖണ്ഡനവും മണ്ഡനവും ഒന്നും നമുക്ക് വേണ്ട, അതൊക്കെ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രമല്ല എന്ന്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖണ്ഡനവും മണ്ഡനവും അല്ലേ? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഗണ്ണിച്ചു എന്നിട്ട് സ്ഥാപിക്കുകയാണ് ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ. തൗഹീദിന്റെ വാക്ക് തന്നെ തുടങ്ങുന്നത് ഖണ്ഡനവും മണ്ഡനവുമാണ്. വിശുദ്ധ ഖുർആനിലെ പലയിടങ്ങളിലും അത് കാണാം. തൗഹീദി പ്രബോധന രംഗത്ത് ജ്വലിച്ചു നിന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറ മറിയമിലെ 41 മുതൽ 45 വരെയുള്ള വചനങ്ങൾ കാണാം. മുഴുവനോടെ പറയുന്നില്ല. അതിൽ ഈ പറയപ്പെട്ട രണ്ട് രീതികളും അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. ഇത് ഖാല ലി അബീഹി, അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ രംഗമുണ്ട്. എന്താ പറഞ്ഞ? യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട പിതാവേ. ഏറ്റവും മാന്യമായ രീതിയാണത്. എന്റെ പ്രിയപ്പെട്ട പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. കാണാത്ത കേൾക്കാത്ത ഒരു ഉപകാരം ചെയ്യാത്ത വസ്തുക്കളേക്ക് എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഖണ്ഡനമാണത്. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ കണ്ട് അള്ളാഹനെ മാത്രം ആരാധിച്ചാൽ മതി എന്നുള്ള വാചകമല്ലല്ലോ ഖുർആനിൽ ഉപയോഗിച്ചത്. ഗണ്ണിച്ചു. എന്നിട്ട് പറഞ്ഞു യാ അബത്തി, പ്രിയപ്പെട്ട പിതാവേ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക, അങ്ങക്ക് കിട്ടാത്തൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അറിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫത്തബിഇനി, എന്നെ അങ്ങ് പിൻപറ്റുക. അഹ്ദിക സിറാത്തൻ സവിയ, ശരിയായ മാർഗത്തിലേക്ക് നിങ്ങളെ എനിക്ക് എത്തിക്കാൻ കഴിയും. വീണ്ടും പറഞ്ഞു യാ അബത്തി, പ്രിയപ്പെട്ട പിതാവേ, ലാ തഅബുദു ശൈത്താൻ, ശൈത്താൻ നിങ്ങൾ ഇബാദത്ത് എടുക്കരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, ശൈത്താൻ റഹ്മാനായ അള്ളാഹുവിന് എതിര് പ്രവർത്തിച്ചവനാണ്, അവനെ നിങ്ങൾ ആരാധിക്കരുത്. വീണ്ടും പറഞ്ഞു യാ അബത്തി, പ്രിയപ്പെട്ട പിതാവേ, ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൽ നിന്ന് ശിക്ഷ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എത്രയോ നല്ല സാരോപദേശമാണ് അത്. ഹിക്മത്തിലൂടെ, ആ സാരോപദേശത്തിലൂടെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച രീതിയാണ്. പക്ഷെ അതിൽ ആരെയും നമ്മൾ വ്യക്തിഹത്യ നടത്തരുത് എന്നുള്ളത്
ഇസ്ലാഹി പ്രബോധനം അതല്ലെങ്കിൽ തൗഹീദി പ്രബോധനത്തിന്റെ അടിസ്ഥാന തത്വമാണ്. വ്യക്തിഹത്യ പാടില്ല. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 108-ാം വചനം പറയുന്നുണ്ട്, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവകകളെ നിങ്ങൾ ചീത്ത പറയരുത്. വ്യക്തിഹത്യകളോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണതകളോ പാടില്ല. ആദർശത്തെ ആദർശം കൊണ്ട് ഗണ്ണിക്കുക. ആദർശത്തിന്റെ നേരെ എന്തെങ്കിലും വന്നാൽ അവിടെ നമ്മൾ എന്ത് വേണ്ട, മയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രബോധനം മയപ്പെടുത്തേണ്ട ആവശ്യം അവിടെ ഇല്ല. വ്യക്തികളുടെ നേരെ വന്നാൽ അവിടെ മയപ്പെടുത്തണം, അവിടെ ശാന്തനാകണം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ ബഖറയിലെ 258-ാം വചനം അല്ലാഹു പറയുന്നുണ്ട്, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി. ഇബ്രാഹിം നബിയോട് അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ വിഷയത്തിൽ തർക്കിച്ച വ്യക്തിയെ പറ്റി അൻ ആതാഹുല്ലാഹുൽ മുൽക, അധികാരം അല്ലാഹു അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ അധികാരി ഇബ്രാഹിം നബിയോട് അദ്ദേഹത്തിന്റെ റബ്ബിന്റെ വിഷയത്തിൽ തർക്കിച്ചത് ഓർമ്മയുണ്ടോ? ഇത് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി അല്ലദീ യുഹ്യി വയുമീതു, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അയാൾ പറഞ്ഞു അന ഉഹ്യി വഉമീതു, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. ഗണ്ണനവും മണ്ണനവും നടക്കാൻ അവിടെ. ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫഇന്ന അല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബി. എൻ്റെ അല്ലാഹു, എൻ്റെ രക്ഷിതാവ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. നിനക്ക് അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരാൻ കഴിയോ? വെല്ലുവിളിയാണ്. വെല്ലുവിളിച്ചു. ഫബുഹിതല്ലദീ കഫർ, ആ നിഷേധി ഉത്തരം മുട്ടിപ്പോയി. അപ്പോൾ പ്രബോധനത്തിന്റെ രീതികളിൽപ്പെട്ട ഒരു രീതിയാണ് വെല്ലുവിളിയും. വിശുദ്ധ ഖുർആനിൽ ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നില്ലേ? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ ദാസന്റെ മേൽ നാം ഇറക്കിക്കൊടുത്ത ഈ വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ ഈ വചനങ്ങളിൽ ആർക്കെങ്കിലും വല്ല സംശയവുമുണ്ട് എങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. ഖുർആന്റെ വെല്ലുവിളിയാണ്, അത് ഇപ്പോഴും നിൽക്കുന്നു. വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ശുഹദാക്കളെയും വിളിച്ചോ. പറ്റിയ ആൾക്കാരെയൊക്കെ കൂട്ടിക്കോ. ഇനിയുമുണ്ട് ആദർശ പ്രബോധനത്തിന് ഈ ആശയത്തെ എത്തിച്ചു കൊടുക്കുന്നതിന് അല്ലാഹു പഠിപ്പിച്ച രീതി. ഒപ്പം പറയുന്ന രീതിയാണ് 3-ാമത്തെ രീതി, വജാദിൽകും ബില്ലത്തി ഹിയ അഹ്സൻ, അവരോട് വളരെ മാന്യമായ രീതിയിൽ സംവാദം നടത്തിക്കോ. സംവാദവും ഇതിൽപ്പെട്ടു. മൂസാ അലൈഹിസ്സലാം ഫിർഔനുമായി നടത്തിയ സംവാദം വിശുദ്ധ ഖുർആൻ സൂറത്തു താഹയിലെ 49 മുതൽ 52-ാം വചനം വരെ കാണാം. അതുപോലെ സൂറത്തു ശുഅറയിൽ 26-ാം അധ്യായം സൂറത്തു ശുഅറയിൽ 23 മുതൽ 29-ാം വചനങ്ങളിലും കാണാം. മൂസാ നബി ഫിർഔനുമായി നടത്തിയ വാദപ്രതിവാദ. പക്ഷെ ആ വാദപ്രതിവാദങ്ങളിലെല്ലാം വ്യക്തിഹത്യക്കാണ് അവർ മുൻഗണന കൊടുത്തത്. ഇവിടെ വ്യക്തിഹത്യയും പരിഹാസവും ആക്ഷേപങ്ങളും ഭീഷണികളും പ്രബോധനത്തിന്റെ രീതിയല്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധവേളയിൽ മുസ്ലിമീങ്ങൾക്ക് ശക്തമായ പരാജയം നേരിട്ടൊരു രംഗമുണ്ട്. ആ പരാജയം നേരിട്ട സമയത്ത് അബൂ സുഫിയാൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചൊരു ഒരു വർത്തമാനമുണ്ട്, അഫിൽ ഖൗമി മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ? വ്യക്തിഹത്യയാണ് ചെയ്യുന്നത്, മുഹമ്മദ് ഉണ്ടോ? 3 പ്രാവശ്യം ചോദിച്ചു. ഫനഹാഹുമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജീബുഹു, അയാളുടെ ആ വിളിക്ക് മറുപടി കൊടുക്കാൻ, ആ വെല്ലുവിളിക്ക് മറുപടി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. എല്ലാവരെയും തടഞ്ഞു, പാടില്ല, മറുപടി കൊടുക്കണ്ട. വീണ്ടും ചോദിച്ചു, അഫീൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു അബി ഖുഹാഫ ഉണ്ടോ? അബൂബക്കറിനുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ തടഞ്ഞു, മറുപടി കൊടുക്കണ്ട. വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നുൽ ഖത്താബ് ഉണ്ടോ? അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറുപടി കൊടുക്കണ്ട. ആ സമയത്ത് അബൂ സുഫിയാൻ പറഞ്ഞു, ഉഅ്ലു ഹുബൽ, ഉഅ്ലു ഹുബൽ, ഞങ്ങളുടെ ഹുബൽ എന്ന ദേവത വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തജീബു ലഹു, ഇവന് മറുപടി കൊടുക്കുന്നില്ലേ? കണ്ട, അതുവരെ ശാന്തനായി പ്രവാചകൻ വ്യക്തിഹത്യയുടെ മുമ്പിൽ ഒതുങ്ങിയിരുന്നു. വേണ്ട, മറുപടി കൊടുക്കണ്ട. പക്ഷേ അള്ളാഹുവിന്റെ മുകളിലേക്ക് ഒരു ദൈവത്തെ കൊണ്ടുവന്നപ്പോ ഇവന് മറുപടി കൊടുക്കുന്നില്ലേ?
സഹാബികൾ നബിയോട് ചോദിച്ചു, എന്ത് മറുപടിയാ പറയേണ്ടത്? ഖൂലു അല്ലാഹു അഅല അജൽ, അല്ലാഹുവാണ് ഏറ്റവും മുകളിൽ എന്ന് പറയൂ, അല്ലാഹുവാണ് ഏറ്റവും മഹത്വമുള്ളവനെന്ന് പറയൂ. ഉടനെ അബൂ സുഫിയാൻ പറഞ്ഞു, ഇന്ന ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സ ദേവനുണ്ട്, നിങ്ങൾക്ക് ഉസ്സ ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലാ തുജീബു ലഹു, ഇവന് മറുപടി കൊടുക്കുന്നില്ലേ? അതിന് മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? അല്ലാഹു മൗലാനാ വലാ മൗലാ ലക്കും, ഞങ്ങൾക്ക് രക്ഷാധികാരിയായി അല്ലാഹുണ്ട്, നിങ്ങൾക്ക് അവനില്ല, അല്ലാഹു ഇല്ല. ഇതാണ് ഖണ്ഡനവും മണ്ഡനവും പ്രബോധനത്തിന്റെ രീതി. വ്യക്തിഹത്യയുടെ മുമ്പിൽ നിശബ്ദനാവുക പരമാവധി. ആദർശത്തിന്റെ മുമ്പിൽ നമ്മൾ സിംഹക്കുട്ടികളായി മാറുക. അതാണ് ഹിദായത്ത് ലഭിച്ച ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശത്തെ കൃത്യമായി ഉൾക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് പുണ്യം നേടുവാനുള്ള തൗഫീഖ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വ അസ്തഗ്ഫിറു അന്നി വ അൻകും വ അൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു തആല മലികുൻ ബറുർ റഊഫുർ റഹീം. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഈ ഷഅബാൻ മാസത്തിൽ അതിൻ്റെ പകുതിയോടനുബന്ധിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ദുരാചാരമുണ്ട്. ബറാഅത്ത് രാവ് എന്ന പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാസങ്ങളുടെ കൂട്ടത്തിലൊരു മാസമാണ് ഷഅബാൻ മാസം. റമദാനിൻ്റെ മുന്നൊരുക്കം എന്ന രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂല് ഷഅബാൻ മാസത്തിൽ റമദാനിൽ നോമ്പെടുക്കാനുള്ളതായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായും മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതെല്ലാം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് കാണിച്ചു തരാത്ത ഒരു ദുരാചാരം, അത് ഈ സമൂഹം ഇന്ന് വെച്ച് പുലർത്തുകയാണ്. ബറാഅത്ത് രാവ് എന്ന പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. ആ രാവിൽ ഒരു പ്രത്യേക നമസ്കാരവും അതേപോലെ പ്രത്യേകമായ പ്രാർത്ഥനകളും അതുപോലെ ഷഅബാൻ 15 അന്ന് ഒരു നോമ്പെടുക്കലും നടന്നു കാണുന്നു. ഇവിടെ വിമർശിക്കുന്നത് ഷഅബാൻ 15 നോമ്പിനെയല്ല, അത് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസവും 13, 14, 15 അയ്യാമുൽ ബീദിൽ സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷഅബാൻ 15 നോമ്പില്ല എന്ന് പറയുന്നില്ല. പക്ഷേ 13, 14, 15 എല്ലാ മാസത്തെയും നോമ്പാണ്. ഷഅബാൻ 15 എന്ന് പറയുന്ന ഒരു പ്രത്യേക നോമ്പല്ല. ഷഅബാൻ 15 പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹം നടത്തി വരുന്ന ബറാഅത്ത് നോമ്പ്, അതിന് ഇസ്ലാമിൽ ഒരു പ്രമാണവും ഇല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 1388 നമ്പറായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അതുപോലെ തന്നെ 3841 നമ്പറായിക്കൊണ്ട് ഇമാം ബൈഹഖി ശഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തിയ ഹദീസുകളെല്ലാം അത് മൗളൂആയ ഹദീസാണ് എന്നും ഷഅബാൻ 15 പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും ഒന്നിരിക്കൽ ദുർബലമായിരിക്കും, അതല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥകളായിരിക്കുമെന്ന് ഹദീസ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇത്തിഫാക്കായി ഏകാഭിപ്രായമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ ദീനിലില്ലാത്ത ഈ ആചാരം വെച്ച് പുലർത്തുന്നത് ശരിക്കും ബിദ്അത്തായ കർമ്മമാണ്. ആ കർമ്മത്തിൽ നമ്മൾ ആരും ഭാഗവാക്കാകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിന് വേണ്ടിയുള്ളതായ മുന്നൊരുക്കമായിരിക്കണം നാം നടത്തേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.